നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഏകദേശം 18 ലക്ഷത്തിലധികം ആളുകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം 1000 രൂപയുടെ വിതരണം തുടങ്ങുന്നത്. എന്നായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുക? പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഫോണിൽ എന്തെല്ലാം മെസ്സേജുകളാണ് എത്തിയത്, മെസ്സേജ് എത്താത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടായിരുന്നു സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനമായി വന്നിരുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ. അങ്ങനെ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് ഇപ്പോൾ അപ്രൂവൽ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കുറഞ്ഞ ദിവസങ്ങളിലായി അപ്രൂവൽ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ അപ്രൂവലായ ആളുകൾക്കാണ് ഈ മാസം 25-ാം തീയതിക്ക് മുമ്പ് തന്നെ 1000 രൂപയുടെ പെൻഷൻ വരുന്നത്. ഇപ്പോൾ അവർക്ക് ഈ ഒരു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മറ്റു മെസ്സേജുകൾ വന്നിട്ടുണ്ട്. പെൻഷൻ അപ്രൂവലായ മെസ്സേജുകൾ, അതുപോലെ തന്നെ പെൻഷൻ വിതരണത്തിനെ സൂചിപ്പിക്കുന്ന മെസ്സേജുകളെല്ലാം എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എസ് എന്നും എല്ലാത്ത ആൾക്കും ഞാൻ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ മെസ്സേജുകൾ വന്ന ആളുകൾക്കായിരിക്കും പെൻഷൻ വിതരണം തുടങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പെൻഷൻസ് നോക്കുന്ന സൈറ്റായ സേവന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് തരാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പറോ അതല്ലെങ്കിൽ പെൻഷൻ ID-യോ അതുമല്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പറോ ഇതിൽ ഏതെങ്കിലും നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പെൻഷൻ്റെ സ്റ്റാറ്റസ് അറിയാം. അതിൽ നിങ്ങളുടെ പെൻഷൻ വിതരണം ലഭിക്കുന്ന മാസം, അതുപോലെ തന്നെ തുടങ്ങിയ മാസം, ഇപ്പോൾ പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ടിലേക്കാണ് പെൻഷൻ വന്നിട്ടുള്ളത് എന്ന് അതെല്ലാം ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്രൂവൽ ആയ ആളുകൾക്കായിരിക്കും ഈ ഒരു മാസം പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായ ആൾക്കാർ അന്വേഷിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഈ അപേക്ഷ കൊടുത്ത സമയത്ത് പല ആളുകളും അക്കൗണ്ട് നമ്പർ തെറ്റായി കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ നമ്മൾ ഉപയോഗിക്കാത്ത അക്കൗണ്ട് നമ്പർ കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. അക്കൗണ്ട് ഫ്രീസായ അക്കൗണ്ട് നമ്പർ കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അക്കൗണ്ട് നമ്പർ മാറ്റി കൊടുക്കാൻ അവസരമുണ്ട്. നിങ്ങൾ അപേക്ഷ കൊടുത്ത മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് തിരുത്താൻ സാധിക്കും. അപ്രൂവൽ ആയ അപേക്ഷകൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് തിരുത്താൻ സാധിക്കുകയില്ല. അതിന് സെക്രട്ടറി തന്നെ തീരുമാനിക്കണം. അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താൻ ഇപ്പോൾ അവസരമുണ്ട്. ഒരുപാട് ആളുകൾ അന്ന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പഴയ ഉപയോഗിച്ച അക്കൗണ്ട് നമ്പർ കൊടുത്തിരുന്നു. അത് പിന്നീട് ചില അക്കൗണ്ട് നമ്പറുകളെല്ലാം ഫ്രീസായി പുതിയ അക്കൗണ്ട് എടുക്കേണ്ട അവസ്ഥയെല്ലാം വന്നിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു മെസ്സേജ് വളരെ ഉപകാരമാവും. ഇങ്ങനെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മറ്റു ചില ആളുകളുടെ സംശയം ഇനി എപ്പോഴാണ് പുതിയ അപേക്ഷയുടെ തീയതി വരിക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതൊരു പെൻഷൻ രൂപത്തിലുള്ള സ്കീമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അപേക്ഷ അവസാന തീയതി എന്ന് ഒരവസ്ഥയില്ല. നിങ്ങൾ ഇതിന് എലിജിബിൾ എപ്പോഴാണ് ആകുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. 35 വയസ്സ് എന്നാണ് നിങ്ങൾക്ക് തികയുന്നത്. അതുപോലെ തന്നെ 35 വയസ്സ് തികയുന്ന സമയത്ത് നിങ്ങളുടെ റേഷൻ കാർഡ് മഞ്ഞ ചുവപ്പ് കാർഡിലായിരിക്കണം. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നുള്ള മറ്റ് വിധവ പെൻഷൻ പോലത്തെ പെൻഷനുകൾ നിങ്ങൾക്ക് ലഭിക്കാത്ത ആളുകളായിരിക്കണം. എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാം. അക്ഷയ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന SLC ബുക്ക്, അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ലൈസൻസ് മുതലായ ഏതെങ്കിലും ഒരു രേഖ, അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ഒരു ഫോട്ടോ എന്നിവയുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ്. അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ മെസ്സേജ് വരികയും അതല്ലെങ്കിൽ റിജക്റ്റ് മെസ്സേജുകളെല്ലാം വരും. ഈ മെസ്സേജുകൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ നിങ്ങൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പോൾ പെൻഷൻ അപ്രൂവൽ ആയ ആളുകൾക്ക് നമ്മളുടെ പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ മസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മസ്റ്ററിങ് ചെയ്തിട്ടില്ല, ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അവർക്കൊരു മസ്റ്ററിങ്ങിൻ്റെ തീയതി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല.
ഏകദേശം ഈ ഒരു വർഷം അവസാനത്തിലായിരിക്കും അവർക്ക് മസ്റ്റിങ്ങിൻ്റെ സമയം ആവുക. ആ സമയത്ത് മാത്രം അവർ മസ്റ്റിങ് ചെയ്താൽ മതി. ഇതുപോലത്തെ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് പിന്നീട് ലഭിക്കാൻ, അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ്, റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾക്കെല്ലാം ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം.